we probably clear 400 SOL on average. Around 60K, 65,000. Just keep on basically rugging people over and over and over again. And these stupid idiots just keep on buying it. And these stupid idiots just keep on buying it. അതെ, ഒരു മീം കോയിൻ സ്കാം സീരിയസ് ആയിട്ട് റഗ് ചെയ്യുന്ന ഒരാളുടെ കൺഫെഷനാണ് നമ്മൾ ഈ കേട്ടത്. അതായത് ആഴ്ചയിൽ ഏകദേശം 50,000 to 60,000 US$, ഏകദേശം 50 ലക്ഷം രൂപ സ്കാം ചെയ്ത് മീം കോയിനിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരാളുടെ കൺഫെഷനാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് മീം കോയിൻ മാഫിയ മീം കോയിൻസ് ഉണ്ടാക്കുന്നത്, അവരത് ജനറലി നമ്മുടെ വാലിഡേഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ് ബൈപ്പാസ് ചെയ്യുന്നത്, ഓതൻറ്റിക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ്, അവസാനം എങ്ങനെയാണ് അവർ റഗ് ചെയ്യുന്നത്, ഇതിൻ്റെ ബാക്ക് ആൻഡ് പ്രോസസ്സാണ് ഈ കൺഫെഷനിലൂടെ പുള്ളി എക്സ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതിലത്തെ ടൂളുകൾ ഏതൊക്കെയാണെന്നും എങ്ങനെയാണ് അവർ ജെന്യുവിനായിട്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായാലാണ് ഈ ഇൻഡസ്ട്രി എത്രത്തോളം ടഫാണെന്നും എന്തുകൊണ്ടാണ് 99.99% ഓഫ് മീം കോയിൻസും റഗ്ഗാണ്, സ്കാം ആണെന്നും എന്തുകൊണ്ട് മീം കോയിൻസ് നമ്മൾ റിച്ച് ആക്കില്ല എന്നും നമുക്ക് മനസ്സിലാവുള്ളൂ. If you want to know more details, let's dive into the video along with me, Febin Andrews. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ഈ മീം കോയിൻ മിൻഡിങ്ങിൻ്റെയും റഗ്ഗിങ്ങിൻ്റെയും ടൂൾ വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് പുള്ളിക്ക് പറയാനുള്ള ചില പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. We do street launches for about 40 minutes per day, and those launches usually dumped with setting up a mass snipe. Basically do all day is just keep spamming those two actions. Don't make a Twitter, don't make a Telegram, don't make a website. Just keep on basically rugging people over and over and over again. And these stupid idiots just keep on buying it. And these stupid idiots just keep on buying it. ഇതിൽ പുള്ളി പറയുന്നത് he keep on launching coins every 40 minutes a day. ആൻഡ് അത് കഴിഞ്ഞാൽ പുള്ളി റഗ് ചെയ്യുന്നു ഡെയിലി ആൻഡ് പീപ്പിൾ കീപ്പ് ഓൺ ബൈയിങ്. ഇതിനു വേണ്ടി പുള്ളി ഉപയോഗിക്കുന്നത് ഒരു മാസ് സ്നൈപ്പറാണ്. നോ ടെലിഗ്രാം, നോ ബോട്ട്, നോ പ്രൊമോഷൻ, നത്തിങ്, എവറിത്തിങ് ഓട്ടോമേറ്റഡ്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് നെറ്റിൽ നിന്ന് ഏതെങ്കിലും റാൻഡം പൂച്ചയുടെയോ പട്ടിയുടെയോ ഒന്നിൻ്റെയോ പല്ലിയുടെയോ എന്തിൻ്റെങ്കിലും ഫോട്ടോ തപ്പിയെടുക്കുക. എന്നിട്ട് ഈ കാണുന്ന ടൂൾസിൽ കാണുന്ന പ്രധാന ഫീൽഡുകൾ ഫില്ല് ചെയ്യുക. ഈ ഫില്ല് ചെയ്യുന്നതിൽ എല്ലാം ജെന്യുവിനായിട്ട് തോന്നിപ്പിക്കുന്ന റാൻഡം ട്വിറ്റർ ID, ട്വിറ്റർ പ്രൊഫൈൽസ്, വെബ്സൈറ്റ് ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇത് ആക്ച്വലി വേണമെന്നില്ല. ഇത് അവരുടെ ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ട് എനി റാൻഡം ലിങ്ക് കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മീം കോയിൻസിൽ കാണുന്ന പാരാമീറ്റേഴ്സ് അവർ സെറ്റ് ചെയ്യുന്നു. അതായത് ഡെവ് അലൊക്കേഷൻ എത്രയാണ്, വാലറ്റിലെ മിനിമം ബൈ എത്രയാണ്, മാക്സിമം ബൈ എത്രയാണ്, സെൽ ടാക്സ് എത്രയാണ്, ബൈ ടാക്സ് എത്രയാണ്, അത്രയുള്ള ഡീറ്റെയിൽസ് അവർ സെറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് തൊട്ടിട്ടാണ് ഈ പ്രോസസ്സ് വളരെ ഇൻട്രസ്റ്റിങ്ങും അതിഭീകരവുമാകുന്നത്. വി കാൺട്ട് ബിലീവ് ഇറ്റ്. അതുകൊണ്ട് ഒട്ടും വിടാതെ തുടർന്ന് കാണുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ടൂളിൻ്റെ ഭാഗമായിട്ട് ബേസിക്കലി ജനറേറ്റ് നമ്പർ ഓഫ് വാലറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ പറയുന്ന അത്ര വാലറ്റ്സ് ഉണ്ടാക്കുന്നു. അതായത് 10 വാലറ്റ് കൊടുത്താൽ 10 വാലറ്റ്, 20 വാലറ്റ്സ് കൊടുത്താൽ 20 വാലറ്റ്. എന്നിട്ട് നമ്മുടെ മെയിൻ വാലറ്റിൽ നിന്ന് നമ്മൾ പറയുന്ന എമൗണ്ട് ഈ 10 വാലറ്റിലേക്കുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അയക്കുന്നു. അതിൻ്റെ ഉദ്ദേശം വേറൊന്നുമല്ല, പിന്നീട് കോയിൻ ലോഞ്ച് ചെയ്ത ശേഷം ഈ 10 വാലറ്റും ഓട്ടോമാറ്റിക്കലി ഇവിടെ നിന്ന് വന്ന് മേടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് യൂഷ്വലി ഒരു മീം കോയിൻ ലോഞ്ച് ചെയ്താൽ ആദ്യത്തെ 10-15 മിനിറ്റിൽ അതൊരു 1000x പോലെ നമുക്ക് കാണിക്കുന്നത്. കാരണം ഇവർ തന്നെ 10 വാലറ്റ് ഇവിടെ ഉണ്ടാക്കി ടോക്കൺ ലോഞ്ച് ചെയ്തിട്ട് ഇവരുടെ തന്നെ മണി വന്നിട്ടാണ് അത് മേടിക്കുന്നത്. അപ്പോൾ ടോക്കൺ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയൊരു എമൗണ്ടിനാണ് അവർ ലിക്വിഡിറ്റി ഇട്ടിട്ട് ലോഞ്ച് ചെയ്യുക. അതായത് മേ ബി 5 SOL 2 SOL ഒക്കെ. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് വലിയൊരു എമൗണ്ട് ഒന്ന് മേടിക്കുമ്പോൾ ഇവിടുത്തെ പ്രൈസ് ഷൂട്ടപ്പ് ആവുന്നു. ഉടനെ നമ്മൾ കാണുന്ന 1000% അല്ലെങ്കിൽ 1000x, 500x ഒക്കെ നമുക്ക് കാണുന്നു ഡെക്സ് ടൂൾസിലൊക്കെ. ഇതാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിന് റിലയബിലിറ്റി കൂടാനായിട്ട് മെനി പബ്ലിക് പ്രൊഫൈൽസ് ഉണ്ടാക്കുന്നു. pump.fund പോലുള്ള മീം കോയിൻസ് ലോഞ്ചിങ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം.
അവിടെ നമുക്ക് പ്രീവിയസ് പ്രൊഫൈൽസ് ഉണ്ടെങ്കിൽ ക്രെഡിബിലിറ്റി കൂടും, ആൾക്കാർ കൂടുതൽ വിശ്വസിക്കും. അപ്പോൾ ഇത് ഫേക്ക് ചെയ്യാനാണ് ഈ ടൂൾ പ്രൊഫൈൽസ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നത്. ഈ ഒരൊറ്റ ക്ലിക്കിൽ ഇതിൽ കാണുന്നത് പോലെ ഇഷ്ടംപോലെ പ്രൊഫൈൽസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ആരെങ്കിലും വന്ന് റിവ്യൂ ചെയ്താൽ ഈ കാണുന്ന പോലെ ഓക്കെ ദർ ആർ സോ മെനി പീപ്പിൾ ഹു ഹാസ് ബോട്ട് ദിസ് കോയിൻ. ആക്ച്വലി ഇതെല്ലാം ഫേക്കാണ്, ബട്ട് ഇറ്റ് ഇമിറ്റേറ്റ് ദ പ്രോസസ്. അതായത് ഇങ്ങനെ ഒരു 10-15 പ്രൊഫൈൽ ഉണ്ടാക്കി ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന് നോക്കുമ്പോൾ ഓക്കെ 500 യൂസേഴ്സ് ഓൾറെഡി ബോട്ട് ഇറ്റ്, അല്ലെങ്കിൽ 600 യൂസേഴ്സ് ഓൾറെഡി ബോട്ട് ഇറ്റ്. ഇതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഇതിന് മേടിക്കാനുള്ള വാലറ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞു. സോ ഈ സ്റ്റേജിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇവരൊരു മീം കോയിൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു, ഇപ്പുറത്ത് 10-15 വാലറ്റ്സ് റെഡിയാക്കി കഴിഞ്ഞു, കുറച്ച് ഫണ്ട് ഇട്ടിട്ട് അത് കഴിഞ്ഞ ശേഷം കുറേ പ്രൊഫൈൽസ് ഉണ്ടാക്കി അതിന് മേടിച്ച് കഴിഞ്ഞു. അപ്പോൾ പുതിയതായിട്ട് ഒരാൾ വന്ന് നോക്കുമ്പോൾ ഒരു കോയിൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് തോന്നും കോയിൻ ലോഞ്ച് ചെയ്തു, ഓൾറെഡി 500% അപ്പ്, സോ മെനി പ്രൊഫൈൽസ്, മേ ബി 200 പീപ്പിൾ ആയിരിക്കും, 300 പീപ്പിൾ ആയിരിക്കും, ഇതെല്ലാം ഇവർ മേടിച്ച് കഴിഞ്ഞു. ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്തിട്ടുള്ളൊരു ടൂളിൻ്റെ ഭാഗമാണ്. ഈ ടൂൾ ഏതാണെന്നുള്ളത് അറ്റ് ദ എൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. യെസ്, 5ാമത്തെ സ്റ്റെപ്പ്, ദിസ് ഈസ് ഓൾസോ എ ടെറിഫയിങ് വൺ. നമുക്കിവിടെ ഡിലേ കൊടുക്കാൻ പറ്റും. ഡിലേ അതായത് പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്ത് അപ്പോൾ തന്നെ ഉടനെ വന്ന് 10-200 പേര് മേടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആകും. അത് ഒഴിവാക്കാനാണ് ഈ ഡിലേ. പ്രൊജക്റ്റ് ലോഞ്ചായി ആദ്യത്തെ ഒരു 10-15 മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം ഒരു പീരിയോഡിക് ഇൻ്റർവെല്ലിൽ നമ്മൾ റെഡിയാക്കി വെച്ച വാലറ്റ്സ് വന്ന് മേടിക്കുന്നതിനാണ് ഈ സെറ്റപ്പ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു 10 വാലറ്റ് ഉണ്ട്, ഡിലേ ഒരു 10 മിനിറ്റ് കൊടുത്താൽ ഓരോ 10 മിനിറ്റിനും 2 വാലറ്റിൽ നിന്ന് ഇത് വന്ന് മേടിച്ച് പ്രൈസ് ബൂസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദിസ് ഹാപ്പൻസ് ഇൻ ദ ഫസ്റ്റ് ഫേസ്. അല്ലെങ്കിൽ ഇത് മേ ബി സെക്കൻഡ്സ് ആയിരിക്കാം, ചിലപ്പോൾ മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ മണിക്കൂറുകളായിരിക്കാം, ചിലപ്പോൾ ഡേയ്സ് ആയിരിക്കാം. ഇതെല്ലാം ഈ ടൂൾ ഉപയോഗിക്കുന്നവരുടെ കയ്യിലാണ്. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇതൊരു ഡിലേ സെറ്റപ്പ് ചെയ്തതിൻ്റെ ആക്ച്വൽ റിസൾട്ടാണ്. അതായത് കോയിൻ ലോഞ്ച് ചെയ്തതും എവിടെ നിന്നൊക്കെയോ കുറേ ആൾക്കാർ വന്ന് ആദ്യം മേടിച്ചു. സോ അതുവരെ അവരുടെ ആക്ച്വൽ ബോട്ട് ആക്റ്റീവ് ആയിട്ടില്ല. അതിനുശേഷം ആ താഴെ സർക്കിൾ ചെയ്തിരിക്കുന്ന ഭാഗത്താണ് താഴെ സർക്കിൾ ചെയ്തിരിക്കുന്ന ഭാഗത്താണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ബോട്ട് ഡിലേ കഴിഞ്ഞ ശേഷം ആക്റ്റീവ് ആവുന്നത്. അപ്പോൾ ആദ്യം മേടിച്ച കുറച്ച് ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി ദേ വിൽ ഗെറ്റ് ദ പ്രോഫിറ്റ്. കാരണം ഇവരുടെ ബോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് മുമ്പേ കയറിക്കൂടി ഇവരുടെ ബോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതോടുകൂടി അത് 200x 300x എത്തുന്നു. മനസ്സിലായോ? പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആദ്യത്തെ ട്രാൻസാക്ഷൻസും ഓട്ടോമാറ്റിക് സ്നൈപ്പേഴ്സ് ആയിരിക്കും. അത് വേറെ വല്ല ബോട്ടുകളായിരിക്കും. പുതിയ മീം കോയിൻ ലോഞ്ച് ചെയ്യുന്നത് മേടിക്കാനുള്ള വേറെ വല്ല ബോട്ടുകളായിരിക്കും. ആസ് എ ഹ്യൂമൻ, ഒരു മാനുവലി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് വി കാൻ നെവർ ബീറ്റ് ദി സിസ്റ്റം. 6, ദിസ് ഈസ് ദ മോസ്റ്റ് ടെറിഫയിങ് പാർട്ട്. ഇതുവരെ നമ്മൾ എങ്ങനെ ടോക്കൺ ലോഞ്ച് ചെയ്തു, എങ്ങനെ 10 ഡിഫറെൻറ്റ് അഡ്രസ്സ് ഉണ്ടാക്കി, 10 പ്രൊഫൈൽ ഉണ്ടാക്കി, എങ്ങനെ 10 ഡിഫറെൻറ്റ് അഡ്രസ്സിൽ നിന്ന് മണി മേടിച്ച് അത് പമ്പ് ചെയ്തു, എങ്ങനെ അത് നാച്ചുറൽ ആക്കാൻ വേണ്ടി ഡിലേ ആഡ് ചെയ്യണം എന്ന് പഠിച്ചു. അപ്പോൾ ഈ പ്രോസസ്സ് കോയിൻ ലോഞ്ച് ചെയ്തു. ഇറ്റ് മേ ബി 1 മിനിറ്റ്, മേ ബി 2 മിനിറ്റ്, മേ ബി 2 അവർ, മേ ബി 2 വീക്സ്. എപ്പോഴാണ്, അതായത് നല്ലൊരു മൊമെൻറ്റം കിട്ടിക്കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് റഗ് ഇറ്റ്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടേയിരിക്കും. അവർ മേടിക്കുന്നു, ആൾക്കാർ മേടിക്കുന്നു, ആൾക്കാരുടെ ഇടയിൽ ഒരു പേര് പറഞ്ഞാൽ പിന്നെ റീറ്റെയിൽ അത് ഏറ്റെടുക്കുന്നു, റീറ്റെയിലുകാർ അത് കൊണ്ടു നടക്കുന്നു. പക്ഷേ ഇൻ ദ ബാക്ക് എൻഡ് ദിസ് ടൂൾ ഹാവ് എ സിസ്റ്റം. നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഡംപ് ഓൾ അല്ലെങ്കിൽ ഡംപ് പെർസെൻറ്റേജ് എന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചാർട്ട് കുത്തനെ ഇടിയുന്ന കണ്ടിട്ടുണ്ടോ? അത് ഇതാണ്. മൊത്തം ക്യാപിറ്റലിൻ്റെ 10% ഡംപ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ ബട്ടൺ ക്ലിക്കിൽ 10 വാലറ്റ് ഉണ്ടെങ്കിൽ 4 വാലറ്റ് ഓട്ടോമാറ്റിക്കലി സെല് ചെയ്തു. അതല്ല, ഈ ഡെവലപ്പറുടെ കയ്യിൽ ഒരു 100 വാലറ്റ് ഉണ്ടെങ്കിൽ 25 വാലറ്റ് അവർ സെല് ചെയ്തു ഇമ്മീഡിയറ്റ്ലി. ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്ന പോലെ ഒരൊറ്റ ഡംപ് ഓൾ ക്ലിക്ക് ചെയ്താൽ ഇവരുണ്ടാക്കിയിട്ടുള്ള 100 വാലറ്റിലെയും ഫുൾ കോയിൻസും ഓട്ടോമാറ്റിക്കലി വന്ന് ഒരൊറ്റ ഡംപിങ് ആണ്. സോ ഇൻസ്റ്റൻ്റ്ലി ദ പ്രൈസ് ക്രാഷ് ടു സീറോ. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടോക്കൺ ലോഞ്ചായി 10 മിനിറ്റിൽ റഗ് ചെയ്ത് പോകുന്ന കോയിനുകളാണെങ്കിൽ നമുക്ക് അറിഞ്ഞു അത് കഴിഞ്ഞു എന്നുള്ളത്. പക്ഷേ ഇഫ് ഇറ്റ് ഈസ് റണ്ണിങ് ഫോർ ഡേയ്സ് ഓർ വീക്സ്, നല്ലൊരു പേര് കിട്ടിയിട്ട് റൺ ചെയ്യുന്ന കോയിനാണെങ്കിൽ വി നെവർ നോ ഇതിൻ്റെ ബാക്ക് എൻഡിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. ഓൾ ദെൻ ഇറ്റ് ഈസ് ജസ്റ്റ് 1 ബട്ടൺ ക്ലിക്ക്. 6ാമത്തെ സ്റ്റെപ്പ്, ഇത് ഡംപ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവരുണ്ടാക്കിയ 100 വാലറ്റിലും ഉള്ളവർ ഒറ്റയടിക്ക് വിറ്റു, കോയിൻ പ്രൈസ് 0. ദേ കൺവേർട്ടഡ് ദാറ്റ് മണി ടു USDT അല്ലെങ്കിൽ സൊലാന. ഇഫ് ഇറ്റ് ഇസ് ഇൻ സൊലാനയിലേക്ക് കൺവേർട്ട് ചെയ്തു. ദെൻ 6ാമത്തെ അല്ലെങ്കിൽ ഫൈനൽ സ്റ്റെപ്പായിട്ട് ദേ ക്ലിക്ക് റിട്ടേൺ ടു വാലറ്റ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവർ ആദ്യം ഉണ്ടാക്കിയ
10 വാലറ്റ് അല്ലെങ്കിൽ 100 വാലറ്റിൽ കിട്ടിയ പ്രോഫിറ്റ് എല്ലാം കൂടി ബാക്ക് ടു മെയിൻ വാലറ്റിലേക്ക് അയക്കുന്നു. സോ ദ പ്രോസസ് ഈസ് കംപ്ലീറ്റ്. സി, ഇപ്പോൾ ഒരു മീം കോയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇത്രത്തോളം മീം കോയിൻസ് ആൾക്കാർ ഇറക്കുന്നതെന്നും എന്തുകൊണ്ടാണ് 99.99% മീം കോയിൻസ് റഗ്ഗായെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സി, ദർ ഇസ് എ പ്രൊഫഷണൽ മാഫിയ. നമുക്ക് നോർമൽ ടെക്നിക്ക് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്ത അത്രയും വിധം ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ടൂളുകളുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു റിസ്കി ബിസിനസ് അല്ലേ. ഇതുകൊണ്ടാണ് എന്നെ അറിയുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളത് മീം കോയിൻ ട്രേഡിംഗ് ഈസ് എ റിസ്കി ബിസിനസ് എന്ന്. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ഷിബായിനു ഏതാണ്, നെക്സ്റ്റ് പെപ്പെ ഏതാണ് എന്ന് തപ്പി നടക്കുന്ന ഒഴിവാക്കിയിട്ട് റിലേറ്റീവ്ലി ഫണ്ടമെൻ്റൽ വാല്യൂ ഉള്ള കോയിൻസ് നോക്കുന്നതല്ലേ നല്ലത്. ഇതിൻ്റെ അർത്ഥം എല്ലാ കോയിനും ഇങ്ങനെ ചെയ്യും എന്നല്ല. ഡെഫിനറ്റ്ലി ദർ ആർ സർട്ടൻ കോയിൻസ് ഹൂ കംസ് വിത്ത് ഗുഡ് ഇൻറ്റൻഷൻ, നല്ല സ്റ്റേബിളായിട്ട് കമ്മ്യൂണിറ്റീനെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്തിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഇഷ്ടംപോലെ കോയിൻസുകളുണ്ട്. പക്ഷേ അവർ ഈ നമ്മൾ നെറ്റിലോ അല്ലെങ്കിൽ കോയിൻ ഗക്കോയിലോ CMCയിലോ കാണുന്ന പോലെ 1000x 2000x ഒന്നും തരില്ല. ഈ പറയുന്ന 1000x അല്ലെങ്കിൽ 2000x സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ഈ തുടക്കത്തിലത്തെ ലോഞ്ചിങ്ങിൽ വളരെ ചെറിയ ലിക്വിഡിറ്റി ഇട്ടിട്ട് ഇവർ തന്നെ ഫണ്ട് വെച്ച് പമ്പ് ചെയ്ത് അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ മീം കോയിൻസിൽ 1000x 2000x ഒക്കെ റിട്ടേൺസ് കാണിക്കുന്നത് ചില കോയിനുകളിൽ. അത് റാൻഡം ആയിട്ട് ക്ലിക്ക് ആവുന്നതാണ്. അങ്ങനെയുള്ളൊരു കോയിനിൽ നമ്മൾ എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ റിലയബിൾ ആയിട്ട് കോയിൻ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ അറിയുന്നത് വളരെ വൈകിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പെപ്പെ കോയിനൊക്കെ അതിലൊക്കെ കയറി കൂടിയിട്ടുള്ളവർക്ക് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ അതിൽ കയറി കൂടിയാൽ നമുക്ക് കിട്ടാവുന്നത് 10x 15x ആണ്. അല്ലാതെ അന്ന് ഷിബായിൽ കിട്ടിയ പോലെ 10000x ഒന്നും കിട്ടില്ല. സോ ഇതിൻ്റെ ബാക്ക് എൻഡ് പ്രോസസ്സ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയ ശേഷം ഇനിയും നിങ്ങളൊരു മീം കോയിൻ ഫാൻ ആണെങ്കിൽ, അല്ല മീം കോയിൻ വഴി ലൈഫ് ചേഞ്ചിങ് മണി ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് മെൻഷൻ ദ കോയിൻ നെയിം ഇൻ ദ കമൻറ്റ്. ലെറ്റ് മീ ഓൾസോ ഗെറ്റ് ഇൻ ടു ദ പാത്ത്. ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കൗതുകമില്ലേ, ഈ ടൂള് നമുക്ക് കിട്ടിയാൽ നമുക്കും ലോഞ്ച് ചെയ്യാൻ പറ്റില്ലേ എന്ന്? യെസ്, പറ്റും. ഇതൊരു ബിസിനസ്സാക്കി കൊണ്ട് നടക്കണമെന്നവരുണ്ട്. പക്ഷേ the intention of this video is not to promote scam or not to rug it. ആ ടൂള് ഞാനിപ്പോൾ പരിചയപ്പെടുത്താം, പക്ഷേ ദാറ്റ് ഈസ് നോട്ട് അഡ്വൈസ് ടു യൂസ് ഇറ്റ്. ഈ ടൂൾ ഉണ്ടാക്കിയവർ ഒരു ഈസി ആയിട്ടൊരു മീം കോയിൻ ലോഞ്ച് ചെയ്യുന്നതിനും അതിനെ ബോട്ടിൽ നിന്നും സ്നൈപ്പേഴ്സിൽ നിന്നും രക്ഷിക്കുന്നതിനും വേണ്ടി ഗുഡ് ഇൻറ്റൻഷനോടെ ഉണ്ടാക്കിയ ടൂളാണിത്. പക്ഷേ ദാറ്റ് ഈസ് ബീയിങ് മിസ്യൂസ്ഡ് നൗ ആൻഡ് ദാറ്റ് ഈസ് വൈ കഴിഞ്ഞ 2-3 മാസങ്ങളിലൊരു ഹ്യൂജ് സൊലാന മീം കോയിൻ സീസൺ ഉണ്ടായതും ഒരുപാട് പേർക്ക് കാശ് നഷ്ടപ്പെട്ടു. ആ ടൂളിൻ്റെ പേരാണ് ഡോഗ് വിഫ് ടൂൾ. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ എല്ലാ ഫീച്ചേഴ്സും അവരുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രൈസ് വെറും 15 സൊലാന മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് നെവർ അഡ്വൈസ് ടു ഡു റഗ് ഓർ സ്കാം. ഈ വീഡിയോ പ്യുവർലി ഇതിൻ്റെ ബാക്ക് എൻഡിൽ നടക്കുന്ന സ്കാം എത്രത്തോളം ഭീകരമാണ് എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമുള്ളതാണ്. നെവർ അഡ്വൈസ് എനിബഡി ടു യൂസ് ദിസ്. ഇത്തരത്തിലുള്ള കിഡിലോസ്കി വീഡിയോകൾ, അതായത് ക്രിപ്റ്റോയുടെ ബാക്ക് എൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ തുറന്നു കാണിക്കുന്ന മറ്റെവിടെയും കാണാത്ത സൈസ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഫോളോ ദിസ് ചാനൽ ഫോർ മോർ ഇൻഫർമേറ്റീവ് കണ്ടന്റ്. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു മീം കോയിൻ ഫാൻ ആണെങ്കിൽ പുള്ളിക്കും അയച്ചു കൊടുക്കുക. ലെറ്റ് us എഡ്യൂക്കേറ്റ് ഈച്ച് അതർ, ലെറ്റ്സ് ഗ്രോ ടുഗദർ. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ഫെബിൻ ആൻഡ്രൂസ്.